നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് ചിക്കൻ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാം. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. നമുക്ക് വീട്ടിലുണ്ടാക്കിയതാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ചെറിയ കഷ്ണം മാഗി ക്യൂബ് ഉണ്ടല്ലോ, ചിക്കൻ ക്യൂബ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനൊരു 700 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് മസാല നല്ലോണം പിടിച്ചോളും. പിന്നെ തൊലിയുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു ഓവർനൈറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും. ഞാനിപ്പോൾ 2 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ഒരു ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ബാറ്ററിൽ ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കൻ കോട്ട് ചെയ്തെടുക്കാനായിട്ട് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ചിക്കൻ ഈ ഒരു മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വീണ്ടും മൈദപ്പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ ഒരു ക്രസ്റ്റ് ഒക്കെ വരുള്ളൂ. ഇതുപോലെ നല്ലോണം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസിംഗ് കമ്പനികളിൽ ഒന്നായിട്ടുള്ള പാരിസൺസ് ഗ്രൂപ്പിന്റെ അതിഥി റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേരളത്തിൽ തന്നെ സൺഫ്ലവർ ഓയിൽ റിഫൈനറി ഉള്ള ഏക ഗ്രൂപ്പാണ് കേട്ടോ ഈ ഒരു പാരിസൺസ് അതിഥി. മാത്രമല്ല ലെസ് അബ്സോർബൻസി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ കുറച്ച് മാത്രമേ എണ്ണ കുടിക്കുള്ളൂ. അപ്പോൾ ഇതാ നല്ല ചൂടായ എണ്ണയിൽ ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.